സിഗ്നേച്ചർ 5 വർഷം 3 നമ്മുടെ സുഹൃത്തുക്കളാണ് മുന്നോട്ട് ഡിഗ്രി വരെ ഒരുമിച്ച് പഠിച്ചു നന്നായിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ സിനിമകളും 2 സിനിമകളും ഇതിനു മുമ്പ് ഇറങ്ങിയ ഇരുതാണ്ട പോലീസും സിഗ്നേച്ചറും ഒക്കെ ഷൂട്ടിംഗ് ലൊക്കേഷൻ അടക്കം ഞാനൊക്കെ പോയി കണ്ടിട്ടുണ്ട്. പടം കൊണ്ടായിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. ഫാമിലി ഹ്യൂമറാണ്. ഞാൻ ശ്രീനിവാസൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, അനൂപ് മേനോൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഫാമിലി ഹ്യൂമറാണ്. എന്നാ നന്നായിട്ടുണ്ട്. ഞാൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, അനൂപ് മേനോൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, ഷിബു ഇബ്രഹാം, പിന്നെ മനോജ് പാലോടന്റെ അതേ ഇളയ മകളാണ് അനൂപ് മേനോന്റെ മകളായിട്ട് അഭിനയിച്ചിട്ടുള്ളത്. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പാട്ടുകൾ നല്ല പടം, പിന്നെ നല്ല ക്യാമറ, മനോന്റെ ഡയറക്ടർ, മൂന്നാമത്തെ ചിത്രമാണ്. നല്ല ചിത്രം. പടത്തിൽ മൊത്തത്തിൽ കുടുംബ ചിത്രമാണ്, ഫാമിലിയായിട്ട് കാണാൻ പറ്റിയ ഒരു ചിത്രമാണ്. 2 മണിക്കൂർ നമുക്ക് സമയം. എല്ലാവർക്കും അത്യാവശ്യം റോളുള്ളതാണ്. ഫാമിലിക്ക് കാണാൻ പറ്റിയൊരു ഫാമിലി കാണാൻ പറ്റിയ ചിത്രം. ഇതിൽ മെസ്സേജ് വല്ലതും ഉണ്ടോ സിനിമയ്ക്കകത്ത്? അങ്ങനെ എന്തെങ്കിലും നല്ലൊരു ഫാമിലി ചിത്രമാണ്. കഥയൊക്കെ കുഴപ്പമില്ല. പ്രമേയം എന്ന് പറയുമ്പോൾ കുടുംബം പശ്ചാത്തലത്തെ ഒരു സംശയത്തെ കുറിച്ച് പോകുന്ന പടങ്ങളാണ്. ഇതിലും കുഴപ്പമില്ല, നല്ല രീതിയിൽ പടം ചെയ്യുന്നു. എങ്ങനെയുണ്ട് ജനക്ക് കുഴപ്പമില്ല. ജനുള്ള സീനൊക്കെ നല്ല സീൻ. അത് നല്ലോണം മെയിനായിട്ട് ചെയ്യുന്നത്. എങ്ങനെയാണ് ഓഡിയൻസ് കണക്ട് ആവുന്നത്? കുഴപ്പമില്ല. പക്ഷേ കഴിയുമ്പം ഇഷ്ടപ്പെടുന്ന രീതിയിലുണ്ട്. കുഴപ്പമില്ല, നല്ല അഭിനയിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ വലുതായിട്ട് സീനിലൊന്നുമില്ല. പക്ഷെ കുഴപ്പമില്ല, നല്ല ഇഷ്ടപ്പെട്ട പടത്തില് അത് എന്താ വെച്ചാൽ അങ്ങനെ ഇല്ല. ഒരു ഫാമിലിയായിട്ട് കാണാൻ പറ്റിയ പടം. പ്രത്യേകിച്ച് കോമഡി കാര്യങ്ങളൊക്കെ ഉണ്ടോ? ധ്യാൻ എങ്ങനെ ഉണ്ടായിരുന്നു? ധ്യാൻ അങ്ങനെ വലുതായിട്ടൊന്നും സീനില് ഇല്ല. കൂടുതലും അനുമനാണല്ലേ. ഫാമിലി കാണാൻ പറ്റിയ സിനിമയാണല്ലോ. കോമഡിയാണോ പടം? കോമഡിയാണ്. പടത്തിൽ എടുത്തു പറയാനുണ്ട്. കുഴപ്പമില്ലായിരുന്നു. നല്ല